തന്റെ ചികിത്സ പൂർണ്ണതയിലെത്താൻ കഴിയാത്ത നിരാശ ആ സമയത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ രോഗികളുണ്ടോ? ഒരുപാട്. അത്രയ്ക്ക് സഹനശക്തി വേണം. മാസങ്ങളോളം, ചിലപ്പോ 2-3 വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും തളർന്ന ഒരാള് എഴുന്നേറ്റ് നടക്കുന്നത്. പക്ഷെ പൂർണ്ണമായി ഒരു രോഗി മനസ്സർപ്പിക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിച്ച കാര്യം നടത്തി കൊടുക്കുവാൻ അവരെക്കാളും കൂടുതൽ ഉത്സാഹിക്കുന്ന കൂട്ടത്തില ഞാൻ. ഇതുവരെ ഡോക്ടർ ഏതെങ്കിലും കേസ് റിസ്ക് ആണെന്ന് കരുതി അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? 100% വിജയിക്കില്ല എന്നറിഞ്ഞാൽ വെറുതെ അവരെ കിടത്തി ചികിത്സിപ്പിച്ചിട്ട് കാര്യമില്ല. മരണവും ജീവിതവും തമ്മിലുള്ള ദൂരം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് കുറവാണെങ്കിൽ അത്തരം പേഷ്യൻസിനെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാൽ ആയുസ് ഒരുപാടുണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായും അവരെ ഏറ്റെടുക്കാറുണ്ട്, സ്വന്തം കുഞ്ഞിനെ പോലെ. അഗസ്ത്യകൂടം പേര് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ ആശ്രയമറ്റവർക്ക് തണലാണ്. ഇവിടെ മാറാ രോഗങ്ങൾക്ക് വരെ ചികിത്സയുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ അത്രയേറെ രോഗികൾക്ക് പുതുജീവിതം നൽകുന്ന ഡോക്ടർ തോമസ് വൈദ്യനുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സാ സമ്പ്രദായത്തെ പറ്റി കൂടുതൽ അറിയുന്നതിനായി അദ്ദേഹവുമായി അടുത്ത ബുധനാഴ്ച ഇതേ സമയം നമുക്ക് കൂടുതൽ കാണാം, അറിയാം. നന്ദി, നമസ്കാരം. ഹലോ, സാഗർ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എപ്പോ വന്നു എന്ന് ചോദിച്ചാ പോരെ? ദേ വരുന്നു മാഡം. ഓക്കെ. അതെ, ഏത് നേരവും എനിക്കിപ്പോ ഓഫീസ് വർക്കിനേക്കാളും മാഡത്തിന്റെ കാര്യങ്ങൾ നോക്കാനേ സമയമുള്ളൂ. അത് നോക്കണമെന്നല്ലേ കണ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത്? ആ, മാഡത്തിന് എന്തെങ്കിലും ആവശ്യം കാണും. എക്സ്ട്രാ ജോലി നോക്കുന്നതിന് സാലറിയിൽ ചെറിയൊരു മാറ്റം കൂടി കണ്ണൻ സാർ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. വേണ്ടാന്ന് പറഞ്ഞാലും അർഹതപ്പെട്ടവർക്ക് സാറ് സാലറി കൂട്ടിക്കൊടുക്കും. അതാ ഒരു രീതി. ദേ, അവര് തന്നോട് കാണിക്കുന്ന വിശ്വാസം അതേപടി നിലനിർത്തിക്കോ. അങ്ങനെയാണെങ്കിലേ തനിക്ക് ഇതിലും നല്ല മെച്ചമുണ്ടാവും. 100% ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ മാഡം വിളിച്ചല്ലേ, ചെല്ലേ. ശരി. ആ, പ്രതിഭേ നോക്ക്. എന്താ ചേച്ചി? നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോണല്ലോ. അതിനെന്താ ചേച്ചി? അല്ല, സാഗറിനിവിടെ ജോലി തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ജോലിയുണ്ട്, എന്നാലും അത് വന്നിട്ട് ചെയ്യാലോ. ഞാൻ സാഗറിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഏയ്, ബുദ്ധിമുട്ടോ? നിന്റെ അടുത്തേക്ക് എങ്ങനെ വരുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്തല്ലേ എന്റെ ലച്ചു എന്നെ വിളിച്ചത്. എന്താ ആലോചിക്കുന്നത്? ശരിക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാ ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നത്. കണ്ണൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ സ്റ്റാഫാണ് സാഗർ. എന്നിട്ട് പലപ്പോഴും സാഗറിനെ ഞങ്ങളൊരു ഡ്രൈവർ ആക്കുന്നെന്ന് തോന്നലുണ്ട്. ഏയ്, അങ്ങനൊരു തോന്നലൊന്നും വേണ്ട. ഇനിയിപ്പോൾ ചേച്ചിയുടെയും കണ്ണൻ സാറിൻ്റെയും ഡ്രൈവർ ആക്കുകയാണെങ്കിലും ആ ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് കേട്ടോ. ഏയ്, അതൊന്നും വേണ്ട കേട്ടോ. എന്നാ പിന്നെ ഇറങ്ങിയാലോ? ഓ, എന്നാ വാ. ഇന്നിനി എങ്ങോട്ടാണോ എന്തോ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇവളുടെ മനസ്സിലേക്ക് തുളച്ചു കയറാൻ പറ്റിയ അവസരമാണ് ഇവൾ ഉണ്ടാക്കി തരുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. ഞാൻ മൊബൈലിൽ മാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട്
ഞാൻ പറയുന്ന റൂട്ടിൽ പോയാൽ മതി. പർച്ചേസ് ഒന്നും അല്ലല്ലോ? അല്ല, ഇവിടെ കുറച്ചു ദൂരത്തില് വലിയൊരു ആയുർവേദ വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ പേര് അഗസ്ത്യകൂടം എന്നാ. അതൊരു ഹോസ്പിറ്റൽ പോലല്ല, ആശ്രമം പോലെ അദ്ദേഹം നടത്തുന്നേ. ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് ചേച്ചി, വലിയ സിദ്ധനാ. അതെ, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കണ്ണേട്ടന്റെ കാര്യം ഒന്ന് സംസാരിക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.